Good morning, students. Today we are starting a topic called moment of inertia. So we already heard about inertia. അല്ലേ, നമുക്കെല്ലാവർക്കും ഇനർഷ്യ എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ഇനർഷ്യ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലീനിയർ മോഷൻ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ഇനർഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ബേസിക്കലി അത് ഇത്രയേ ഉള്ളൂ. ഒരു ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് അത് ഏതായാലും, അത് റെസ്റ്റ് ആയാലും യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയാലും, അതിൻ്റെ സ്റ്റേറ്റ് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ബൈ ഇറ്റ് സെൽഫ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഇനർഷ്യ. അത് മെയിനായിട്ടും റിലേറ്റ് ചെയ്യുന്നത് മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിട്ടാണ്, അല്ലേ? ഇപ്പോൾ മാസ് കൂടുന്നതനുസരിച്ച് ഒരു ബോഡിയുടെ ഇനർഷ്യയും കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇനർഷ്യ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ലീനിയർ മോഷൻ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഇനർഷ്യയ്ക്ക് അനലോഗായിട്ട് നമ്മൾ റൊട്ടേഷൻ മോഷനിൽ പറയുന്ന ഒരു ടൈമാണ് ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് സെയിം തന്നെയാണ്. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ചാൽ റൊട്ടേഷൻ മോഷനിലാണ് നമ്മൾ ആ ഇനർഷ്യയുടെ കേസ് പറയുന്നത്. അപ്പോൾ അത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി ഇനബിലിറ്റി ഓഫ് എ ബോഡി ഇൻ റൊട്ടേഷൻ മോഷൻ ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ബൈ ഇറ്റ് സെൽഫ്, അല്ലേ? അപ്പോൾ റൊട്ടേഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഐ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇനർഷ്യ എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ? മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് മാസ്, ദെൻ ഡിസ്റ്റൻസ് ഇൻറ്റു സ്ക്വയർ, അല്ലേ? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കോണ്ടെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സിംഗിൾ പാർട്ടിക്കിൾ of mass m is moving around an axis, then this distance is r. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യാണ്, അല്ലേ? സർക്കുലർ മോഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു സിംപ്ലി എം ഇൻറ്റു ആർ സ്ക്വയർ, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഐ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ ഇതൊരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസ് മാത്രമാണ്. ഇനി നമ്മൾ ഒരു റിജിഡ് ബോഡിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, I consider a rigid body of any arbitrary shape and which is rotating about this axis, അല്ലേ? അപ്പോൾ റിജിഡ് ബോഡി എന്ന് വെച്ചാൽ എ ബോഡി വിച്ച് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ഓർ സൈസ് വൈൽ ഇറ്റ് ഈസ് ഇൻ മോഷൻ. ഇപ്പോൾ മൂവ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സൈസോ ഷേപ്പോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് ബോഡിയിൽ എന്തുണ്ട്? ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഈസ് m1 at a distance r1 from the axis of rotation. Then here it is m2 distance r2 and so many particles are there. m3 distance r3, so many particles are there. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏത് സിസ്റ്റം ഇനി ചെയ്താലും അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യാസ് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് സം എടുക്കും. അങ്ങനെയാണ് ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ ആ പാർട്ടിക്കിളിൻ്റെ എല്ലാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി റിജിഡ് ബോഡി ഈസ് ഈക്വൽ ടു m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m3 r3 സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ ഇഫ് ദെയർ ആർ n പാർട്ടിക്കിൾസ് നമുക്ക് എഴുതാം പ്ലസ് mn rn സ്ക്വയർ, അല്ലേ? അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അങ്ങനെയാണ് ആ ഹോൾ റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ സമ്മേഷൻ വെച്ച് ഇങ്ങനെ എഴുതാം. സിഗ്മ ഐ
എം ഐ ആർ ഐ സ്ക്വയർ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി, സിഗ്മ എം ആർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോൾ റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അല്ലാതെയും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സോ ഇഫ് എം, ക്യാപിറ്റൽ എം, ഈസ് ദി ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി, then moment of inertia of the same rigid body can be calculated as total mass into k square. I is equal to m k square അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണ്ടേ? വേണം. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള മെത്തേഡാണോ? അല്ല. അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാം? നമുക്ക് ആ ബോഡിയുടെ ടോട്ടൽ മാസ് അറിയാമെങ്കിൽ, അല്ലേ, ഇഫ് എം ഈസ് ദി ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി, പക്ഷെ നമ്മൾ എന്തും കൂടെ അറിയണം, കെ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേര് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും. റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ, അല്ലേ, ടോട്ടൽ മാസ് ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ, അല്ലേ. ഇനി കെ കണ്ടുപിടിക്കുന്നത് എളുപ്പമാണോ? അല്ല. കെയും അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ കെയുടെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് Rn square divided by n the whole root. അപ്പോൾ ഇതാണ് കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 സ്ക്വയർ R2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു Rn സ്ക്വയർ, അല്ലേ. ഇപ്പം നമ്മൾ എത്ര പാർട്ടിക്കിളുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ അതിൻ്റെ സ്ക്വയർ ചെയ്യുക, സം ചെയ്തിട്ട് ആവറേജ് ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത്, ഈ കെ എന്ന് പറയുന്നത്. അപ്പോൾ കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എന്താണ്, അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള കേസാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ബോഡിയിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് രണ്ട് ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ. പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും, അല്ലേ. പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ ഷേപ്പുള്ള ബോഡിയുടെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സിമെട്രിക് ഷേപ്സ് ഉള്ള ബോഡിയുടെ മാത്രമേ ഈ രണ്ട് ലോസും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കെ നമ്മൾ പറഞ്ഞു, കെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ തന്നെ എന്ത് വിളിക്കാം, എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയും. കെ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന. അപ്പോൾ കെയുടെ ഇക്വേഷൻ നമുക്ക് എഴുതണമെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതാം. I is equal to m k square ആണെങ്കിൽ k square is equal to I by m. Therefore k is equal to root of I by m. അപ്പോൾ k ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. k കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? k is equal to root of I by m.